ഹായ് എവരിവൺ, ഏവർക്കും ടാറ്റോ എണ്ണമല്ലുവിൻ്റെ ഡെയിലി ബാങ്ക് നിഫ്റ്റി അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്ന് തീയതി 28 ഫെബ്രുവരി, അതായത് ഈ ഫെബ്രുവരി മാസത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്ന്. ഓക്കെ, നാളെ മാർച്ച് 1. ഇപ്പോൾ നമ്മൾ ഇന്ന് എനിക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി, ഷോർട്ടിങ്ങിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. ബിക്കോസ് മാർക്കറ്റ് ഒരു ബുള്ളിഷ് പോകുമെന്ന് പറഞ്ഞു തന്നെ, ബട്ട് ഇന്നത്തെ ഒരു മൊമെൻറ്റം കണ്ട് എനിക്ക് തോന്നിയില്ല ഇത് മാർക്കറ്റ് ഇത് മുകളിലോട്ട് പോകാനായിട്ടാണ്. ഓക്കെ, എന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നത്തെ എൻ്റെ ട്രേഡിന് പിന്നത്തെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ലോജിക്ക് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്യാം. ബിക്കോസ് ഇങ്ങനെ ഒരു ലോജിക്ക് നിങ്ങൾക്ക് യൂട്യൂബിലായിക്കോട്ടെ, ഒരു ടെലിഗ്രാം ഗ്രൂപ്പ്സിലായിക്കോട്ടെ, ഫുൾ യൂട്യൂബ് തപ്പിയാലോ, അല്ല ഫുൾ മലയാളീസിൻ്റെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്സിൽ തപ്പിയാലോ, ഇത് ട്രേഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള അവരാരും പറഞ്ഞു തരാത്തൊരു നല്ലൊരു ലോജിക്കാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയത് പ്രീവിയസ് ഡേ ക്ലോസിന് താഴെ. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്താ ചെയ്ത് നേരിട്ട് മുകളിലോട്ട് പോയി. എക്സാക്റ്റ് പ്രീവിയസ് ഡേ ഹൈ, അതായത് ഇന്നലത്തെ ഹൈയിൽ മാർക്കറ്റ് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്ത് തിരിച്ചു വന്നു. ഓക്കെ, അതിനുശേഷം ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഫ്ലാറ്റ് ഓപ്പണിംഗ്, നേരെ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് താഴത്ത് വന്നു. പിന്നെയും മുകളിൽ പോകാൻ നോക്കി. പ്രീവിയസ് ഡേ ക്ലോസ് മുകളിൽ പോകാൻ നോക്കി, താഴ്ത്തു വന്നു. പിന്നെയും മുകളിൽ പോകാൻ നോക്കി, താഴ്ത്തു വന്നു. പിന്നെയും മുകളിൽ പോകാൻ നോക്കി, താഴ്ത്തു വന്നു. പിന്നെയും മുകളിൽ പോകാൻ നോക്കി. ഈ ഒരു ഏരിയയിൽ ഞാൻ ഷോർട്ട് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ താഴ്ത്തു വന്നു. പിന്നെയും മുകളിൽ പോകാൻ നോക്കി, താഴ്ത്തു വന്നു. ഇവിടെ നിന്നും ബയേഴ്സിനെ പിന്നെ ഇൻവൈറ്റ് ചെയ്തു. ഈ ഏരിയയിൽ ഫുൾ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ ഞങ്ങൾ മുകളിലോട്ട് പോകും. ഇവിടെ നിന്ന് എക്സാക്റ്റ് ഞാനിവിടെ നിന്ന് എൻട്രി എടുത്തു. ഓക്കെ, ഞാനിവിടെ എക്സിറ്റായി. ബിക്കോസ് ഞാൻ ഓൾറെഡി ഒരു സോൺ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ആ സോണിന് താഴെ ഒരു സെനാരിയോ ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റ്. ഓക്കെ, കണ്ടോ, ഒരു ഈവനിങ് സ്റ്റാർ പാറ്റേൺ എന്നൊക്കെ പറയാം. അപ്പം ഞാനിവിടെ ഈ ഒരു പാറ്റേൺ കണ്ട് നിറയെ ബയേഴ്സ് ഈ ഏരിയയിൽ വന്നിട്ടുമുണ്ട്. ഓക്കെ, സോ നമ്മുടെ പ്രോഫിറ്റ്, അതായത് ഈ വന്നൊരു മൊമെൻറ്റത്തിൽ എത്ര 236 പോയിൻറ്റ്, നിയർലി 236 പോയിൻറ്റ് ഞാൻ ക്യാച്ച് ചെയ്തു. എക്സാക്റ്റ് ഈ പിൻ പോയിൻറ്റിലായിരുന്നു. ഈ പിൻ പോയിൻറ്റിൽ എൻ്റെ എൻട്രി, ഈ പിൻ പോയിൻറ്റിൽ എൻ്റെ എക്സിറ്റ്. അതിനുശേഷം മാർക്കറ്റ് എൻ്റെ എൻട്രി വരെയും പോയി. അതിനുശേഷം താഴത്താണ് നിൽക്കുന്നത്. ബട്ട് നമ്മൾ എക്സാക്റ്റ് ഈ ഏരിയയിൽ നമ്മുടെ എക്സിറ്റ് ഉണ്ടായി. അതിനുശേഷം മാർക്കറ്റ് നിറയെ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അവറിൽ നിറയെ റീറ്റെയിലേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ നമുക്കൊന്ന് അറിയാൻ പറ്റും. വോളിയം ഒന്ന് ചെക്ക് ചെയ്യണ തന്നെ കണ്ടോ. ലാസ്റ്റ് അവറിൽ വലിയ ക്യാൻഡിൽസ് ഈ 3 മണി തൊട്ട് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് മില്യൺസ് റീറ്റെയിൽസിൻ്റെ പാർട്ടിസിപ്പേഷനാണ് വന്നിരിക്കുന്നത്. സോ എല്ലാവരും വിചാരം മാർക്കറ്റ് മുകളിലോട്ട് പെട്ടെന്ന് സ്പീഡിൽ പോകും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ താഴ്ത്തു വരുമെന്നും പറഞ്ഞു. ഓക്കെ, ഈ ഏരിയ നിറയെ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് എൻട്രി എടുക്കേണ്ടത്? റീറ്റെയിലേഴ്സിനെ പോലെ ചിന്തിക്കാണ്ട്. ഓക്കെ, ഓപ്പറേറ്റേഴ്സ് എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ എൻട്രി എടുക്കുക. ഓക്കെ, ഇന്നത്തെ എൻട്രിയുടെ എൻ്റെ രണ്ടാമത്തെ റീസൺ ഒന്നും കൂടിയുണ്ട്. ഓക്കെ, നമ്മളിതൊരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ, ഒരു ചെറിയൊരു വലിയ ടൈം ഫ്രെയിമിൽ 50 മിനിറ്റ് അല്ല 30 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ തന്നെ എക്സാക്റ്റ് ഇതൊരു W പാറ്റേൺ ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇതുകൊണ്ട് ഈ ഡബ്ല്യൂയുടെ നെക്ക് ലൈൻ്റെ മുകളിലാണ് ഈ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതെല്ലാം ഫുള്ളും. ഓക്കെ, ഈ ഏരിയയിൽ നിറയെ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് കണ്ടല്ലോ. ഈ ഡബ്ല്യൂയുടെ നെക്ക് ലൈൻ്റെ മുകളിൽ കണ്ടോ, ഇന്നത്തെ ബൈയിങ് കണ്ടോ, ഈ ഏരിയയിൽ നിറയെ ബയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഏരിയയിൽ നിറയെ ബയേഴ്സ് വന്നിട്ടുണ്ട്. മേ ബി അവരുടെ SL ഹണ്ട് ചെയ്യാൻ മാർക്കറ്റ് താഴത്തോട്ട് വരാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നാളത്തെ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബയേഴ്സ് മേ ബി, ഈ W കൊണ്ടുവന്ന ബയേഴ്സ് മേ ബി ഔട്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നിറയെ സാധ്യതയുണ്ട് ഈ ബയേഴ്സ് ഔട്ടാകാനായിട്ട്. സോ ആദ്യത്തെ അവറിലെ എൻട്രി ഒഴിവാക്കുക. ഞാനിപ്പോൾ ഒരു ഡയറക്ഷൻ എനിക്ക് കിട്ടുന്നില്ല, ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു വ്യൂ എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് മാർക്കറ്റ് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്ത് മുന്നോട്ട് പോകുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ലിക്വിഡിറ്റി ആകാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യത്തെ അവറിലെ 11 മണിക്ക് ശേഷമുള്ള ട്രേഡിംഗ്, അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലുള്ള ട്രേഡിംഗ് മാത്രം നോക്കുക. എനിക്കിപ്പോൾ ആകപ്പാടെ തോന്നുന്നത് ഒരു W കണ്ടു വന്ന ഈ റീറ്റെയിലേഴ്സിനെ മാർക്കറ്റ് ഔട്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു ക്ലിയർ വ്യൂ പറയുന്നില്ല. ഫസ്റ്റ് അവറിന് ശേഷം മാർക്കറ്റ് ഒരു ബുള്ളിഷ് ട്രാപ്പ് ഉണ്ടാക്കിയാണെങ്കിൽ, അതായത് ഇന്നത്തെ ഈ സോണിൽ 40,400 എബോവ് 40,400 എബോവ് മാർക്കറ്റ് പോകുകയാണെന്ന് പറഞ്ഞ് ട്രാപ്പ് ചെയ്യുകയാണെങ്കിൽ
ബ്രേക്കൗട്ട് തന്നതിന് ശേഷം ഒരു മൊമെൻറ്റം തരുന്നില്ലെങ്കിൽ താഴത്തോട്ട് ഷോർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് നാളത്തേക്കൊരു ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഞാൻ കാണുന്നുള്ളൂ. വേറൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണുന്നില്ല. ബിക്കോസ് ഒരു ക്ലിയർ വ്യൂ എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഈ ഡബ്ല്യു കൊണ്ട് നിറയെ റീറ്റെയിലേഴ്സ് വന്നിട്ടുണ്ട്, ബയേഴ്സ് വന്നിട്ടുണ്ട്. അവരെ റിമൂവ് ചെയ്യാൻ മാർക്കറ്റ് ഒരു വട്ടം താഴത്തോട്ട് വരാൻ സാധ്യത കൂടുതലാണ്. അവരുടെ SL ഈ റേഞ്ച് വരെ ഉണ്ട്, ഏകദേശം 39,700 താഴെ വരെ ഉണ്ട്. അത് സോ മാർക്കറ്റ് ഒരു വട്ടം അവരെ വന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ഒരാഴ്ച ഇതിനകത്ത് തന്നെ കൺസോളിഡേറ്റ് ചെയ്യാൻ ഈ റേഞ്ചിനകത്ത്, അതായത് 39,600 പ്ലസ് 40,400 തന്നെ ഈ ഏരിയ തന്നെ ഈ വരുന്ന ആഴ്ചകളിലും, ഈ ആഴ്ചയും വരുന്ന ആഴ്ചകളിലും നിൽക്കാനാണ് സാധ്യത കൂടുതൽ. ബിക്കോസ് ഈ ഒരു വലിയൊരു മൊമെൻറ്റത്തിന് ശേഷം മാർക്കറ്റിന് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിറയെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇത് വെച്ചുകൊണ്ട് മാത്രം, ആ ഒരു വ്യൂ വെച്ചുകൊണ്ട് മാത്രം ഞാൻ പറയുന്നത്. എനിക്ക് പ്രത്യേകിച്ചൊരു വ്യൂ കിട്ടുന്നില്ല. ബട്ട് ട്രെൻഡിങ് മാർക്കറ്റ്, ഒരു മാർക്കറ്റിൽ ഒരു ട്രെൻഡിങ് ഡേ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. ബിക്കോസ് ഈ ഒരു വലിയൊരു മൂവ്മെൻറ്റം വന്നതിന് ശേഷം, അതായത് 20 സെക്കൻഡിൻ്റെ മാർക്കറ്റിന് ശേഷം മാർക്കറ്റ് ഒരു നിയർലി 1 വീക്കായിട്ട് വോളറ്റൈൽ പ്ലസ് സൈഡ് വേസ് ആണ്. സോ ഒരു ട്രെൻഡിങ് മാർക്കറ്റ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം ഈ വരുന്ന ദിവസങ്ങളിൽ. ട്രെൻഡിങ് മാർക്കറ്റിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണം? നമുക്കൊരു അത് മുകളിലോട്ടായാലും താഴത്തോട്ടായാലും ഒരു വട്ടം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ അതൊരു ചെറിയ പുൾ ബാക്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഇപ്പോൾ സപ്പോസ് നാളെ ഇവിടെ ഓപ്പണായി. ഓക്കെ, മാർക്കറ്റ് ഒന്ന് താഴത്ത് വന്നു. ഓക്കെ, അതിനുശേഷം കണ്ടിന്യൂ മുകളിലോട്ട് ഇങ്ങനെ പോയി. അതിനുശേഷം ചെറിയ പുൾ ബാക്ക് എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു, ചെറിയ പുൾ ബാക്ക് എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു, ചെറിയ പുൾ ബാക്ക് എടുക്കുന്നു, മുന്നോട്ട് പോകുന്നു. ഓക്കെ, ഇതാണ് ഒരു ട്രെൻഡിൻ്റെ. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ, ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ താഴത്തോട്ട് ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യാനായിട്ടാണെങ്കിൽ ഇവിടെ വന്നൊരു ഓപ്പൺ തന്നിട്ട് ഒന്ന് മുകളിൽ പോകുന്നു, കണ്ടിന്യൂ താഴത്ത് വരുന്നു, ചെറിയ പുൾ ബാക്ക് താഴത്തോട്ട് പോകുന്നു, ചെറിയ പുൾ ബാക്ക് താഴത്തോട്ട് വരുന്നു, ചെറിയ പുൾ ബാക്ക് താഴത്തോട്ട് വരുന്നു. ഇങ്ങനെയും മാർക്കറ്റ് ഒരു പ്രോബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാനീ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ട്രേഡ് എടുക്കാൻ നിൽക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ അനാലിസിസ് നടത്തുക. അതിനകത്ത് എൻ്റെ ഈ പോയിൻറ്റിനെ കൂടി ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ലോജിക്കുമായിട്ട്, നിങ്ങൾ ട്രേഡിംഗ് ലോജിക്കുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക. എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയമുള്ളവർ എനിക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോയിൽ നമ്മുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.